അന്നാണ് ആദ്യമായി അമ്മ വന്ന ആ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവളായ ലച്ചുവിനെ ഞാൻ കാണുന്നത്. എന്തിനവൾ അവിടെ വന്ന് അമ്മയെ രക്ഷിച്ചൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് അവളെ കാണാനും കഴിഞ്ഞില്ല. പൂജ തീർന്ന ദിവസമായിരുന്നു അമ്മുവിന്റെ വിവാഹം. കൃത്യമായി അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ പോകാനും ആയില്ല. പകരം എന്നെ അയച്ചു. അന്നും ചില യാദൃശ്ചികതകളുണ്ടായി. ക്ഷേത്രത്തിൽ പോയ എന്റെ ഡ്രസ്സ് മുത്തശ്ശൻ മാറ്റിച്ച് ഷർട്ടും മുണ്ടും ധരിപ്പിച്ചയച്ചു. ഞാൻ ഓടിച്ചെന്ന് രക്ഷിക്കാനായി അമ്മുന്റെ കഴുത്തിൽ താലി കെട്ടിയതല്ല സ്വാതി. അവിടെയും ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. ഞാൻ അവിടെ ചെല്ലുമ്പോ കാണുന്നത് എന്റെ അമ്മുന്റെയും ഫോട്ടോ വെച്ച ഫ്ലെക്സ് ബോർഡാ. ഞാനും അവളും കണ്ടിട്ട് കൂടിയില്ല. പിന്നെ എങ്ങനെ എന്റെ ഫോട്ടോ അവർക്ക് കിട്ടി? പിന്നീട് ഞാൻ അമ്മുവിനോടത് ചോദിച്ച് മനസ്സിലാക്കി. അമ്മ എന്നെയും കൂട്ടി ശാസ്ത്രികളെ കാണാൻ പോയപ്പോ എന്റെ ജാതകത്തിന്റെ കൂടെ എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ശാസ്ത്രികൾ പെരുവണ്ണാപുരം ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞപ്പോ ജാതകവും ഫോട്ടോയും തിരിച്ചു വാങ്ങാൻ മറന്ന അമ്മ എന്നെയും കൊണ്ട് അങ്ങോട്ട് ഓടുകയായിരുന്നു. അതിനുശേഷം ശാസ്ത്രികളെ കാണാൻ വന്നത് അമ്മുവിന്റെ വല്യമ്മയും കുടുംബമായിരുന്നു. ശാസ്ത്രികൾ അവരെ യാത്രയാക്കുന്ന കൂട്ടത്തിലാ എന്റെ ജാതകവും ഫോട്ടോയും അവരുടെ ജാതകത്തിൽ പെട്ടുപോയത്. എന്റെ ആ ഫോട്ടോ വെച്ച് ലച്ചുവിന്റെ പയ്യനെന്ന നാട്ടുകാരെയും ലച്ചുവിനെയും അവളുടെ മുത്തശ്ശിയും വിശ്വസിപ്പിച്ച് ദുഷ്ടനായ ആ മുറച്ചെറുക്കനുമായിട്ടുള്ള വിവാഹ നാടകത്തിന് അവരിറങ്ങി തിരിച്ചത്. ഇതൊന്നും അറിയാതെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയ നാട്ടുകാരെന്നെ വെറുതെ വിടൂ? അവരുടെ കണ്ണിൽ ഞാൻ ആ പയ്യൻ. കല്യാണ കുറിയിൽ വരെ എന്റെ അമ്മുവിന്റെയും ഫോട്ടോ ഉണ്ടായിരുന്നത്രേ. നമ്മൾ പ്രണയിച്ച് നടക്കുമ്പോ ഒരു കൂട്ടർ വിദൂരമായ ഒരു ഗ്രാമത്തിൽ എന്റെ കല്യാണത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു. പയ്യൻ വരാതിരിക്കുന്ന അവസരം മുതലെടുത്ത് മുറച്ചെറുക്കാൻ ലച്ചുവിനെ കെട്ടാൻ ഒരുങ്ങുമ്പോഴാ ഞാൻ അവിടെ എത്തുന്ന. ആ നാട്ടുകാരുടെയും പാവം മുത്തശ്ശിയുടെ അപേക്ഷ കേട്ടപ്പോ എനിക്ക് അവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവളുടെ മുത്തശ്ശിയോട് പറഞ്ഞു. അവളെ ഭാര്യയായി കാണണ്ട, അവൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുത്ത് രക്ഷിച്ചാൽ മാത്രം മതിയെന്ന് മുത്തശ്ശി കെഞ്ചി കരഞ്ഞപ്പോ ഞാൻ അവളെയും കൊണ്ട് തിരിച്ചു വന്നു. എനിക്കൊരു ബാധ്യത ആവാതിരിക്കാനാ അവൾ പിന്നീട് ശ്രമിച്ചത്. വരുന്ന വഴി അവൾ എന്നെ ഒഴിവാക്കി പൊക്കളഞ്ഞു. ഇതേ അവസ്ഥയിലെ നിനക്കുണ്ടായത്. ഒരു ആപത്ത് ഘട്ടത്തിൽ ദൈവം അയച്ചതുപോലെ നീയും അവളുടെ അടുത്തെത്തി. നീ അവളെ കൂട്ടിക്കൊണ്ടുവന്നു. അതും ദൈവവിധി അല്ലാതെ മറ്റെന്താ? എന്തുകൊണ്ട് ഞാനും അമ്മ നിന്നോടിത് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം നിന്റെ മനസ്സിലെന്ന് എനിക്കറിയാം. ഞാൻ അമ്മുവിനൊപ്പമോ അമ്മു എന്നോടൊപ്പമോ ഒരിക്കലും ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഈ സത്യം അറിഞ്ഞാൽ നീ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറും. അതിനുവേണ്ടിയല്ലേ അവസാന നിമിഷം പോലും നീ ശ്രമിച്ചത്? നമ്മുടെ വിവാഹം കൂടി കഴിയാത്ത അവസ്ഥയിലാണെങ്കിലോ? സഞ്ജു, ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല സ്വാതി. ജീവൻ തിരിച്ചാലും അവൾ അതിന് തയ്യാറാവില്ല. എന്നിട്ടും നീ അവളെ തെറ്റിദ്ധരിച്ചു. സഞ്ജു, ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടി ദൈവം അയച്ചത് അവളെന്ന് ഞാനും ഇന്നത്തെ സംഭവത്തോടെ വിശ്വസിക്കാൻ തുടങ്ങി. അവള് നമ്മളെ വിട്ടുപോകുമ്പോഴേ അവളുടെ വില നമ്മൾ അറിയൂ. എന്റെ അമ്മ പഴയതിനേക്കാൾ കൂടുതൽ ഇനി ഞാൻ എന്റെ അനിയത്തെ സ്നേഹിക്കും.
ആ രാജുവേട്ടാ, ഇപ്പോഴൊന്ന് വിളിക്കാൻ കഴിഞ്ഞത്. രാജുവേട്ടൻ എപ്പോഴാ തിരിച്ചു വരുന്നേ? ഇവിടെ ആകെ പ്രശ്നങ്ങളാ. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാ ഞാൻ അവിടെ നിൽക്കൂ. ചെറിയച്ഛൻ്റെ സർജറി കഴിഞ്ഞു. ഇനി ഹോസ്പിറ്റലിൽ ചെറിയമ്മയുടെ ആവശ്യമുള്ളൂ. മംഗലാപുരം പോലൊരു സ്ഥലത്ത് ആ പാവ സ്ത്രീ മാത്രം എന്ത് ചെയ്യാനാ രാജുവേട്ടാ? രാജുവേട്ടൻ എന്തായാലും പോയതല്ലേ, അവരെ ഡിസ്ചാർജ് ആക്കി വീട്ടിലെത്തിച്ചിട്ട് വന്നാ മതി. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മു. അച്ഛൻ്റെ വകയിലൊരു ബന്ധുവായിട്ടുള്ളൂ. അച്ഛൻ പോയ ശേഷം എന്നെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും വരാത്ത ആളുകളാ. പിന്നൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റുമോ? മുത്തശ്ശി മരിച്ച അന്നേ ദിവസമായിരുന്നു സർജറി. എൻ്റെ ശരീരവും മനസ്സും അവിടെ തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ? രാജുവേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. ആ, നോക്കട്ടെ. ചിലപ്പോൾ ഞാൻ നാളെ തന്നെ വണ്ടി കയറും. നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അമ്മു, ഡോക്ടർ വന്നിട്ടുണ്ട്. ഞാൻ നാളെ വിളിക്കാം. ആ ശരി, ഓക്കെ. ഇരിക്കും. ഓ, ആ ദിനകരന് ചായ കോഫിയോ? ഒന്നും വേണ്ട മാഡം. ഒരു നിരാഹാര സമരം കഴിഞ്ഞുള്ള വരവാ. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സന്തോഷ് കടച്ചാക്കുഴിയാ ഇവിടെ വന്ന് മാഡത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പ്സിലെ തൊഴിലാളികളിൽ 75% ദിനകരന്റെ പാർട്ടി യൂണിയനിൽപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. 75% അല്ല മാഡം, 90% പേരും എന്റെ യൂണിയനിൽപ്പെട്ടവരാ. മാഡം എന്നെ വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ദിനകരൻ അറിയാലോ. തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് 2 മാസമായി. വേതന വർധനവ് കഴിഞ്ഞ വർഷം കമ്പനി ഓഫർ ചെയ്തിട്ട് ഈ വർഷവും അത് നടന്നില്ല. തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദിനകരന്റെ യൂണിയനില്ലേ? ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ തൊഴിലാളികൾക്ക് മാനേജ്മെന്റിലുള്ള വിശ്വാസം വലുതാണ്. ഞങ്ങൾ ഇടപെടാൻ ശ്രമിച്ചിട്ടും അവരതിന് വിമുഖത കാണിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബായി അത് മാറിക്കഴിഞ്ഞു. അപ്പോ മാഡം ഈ വിഷയത്തിൽ ഇടപെടാൻ എന്താ കാരണം? എനിക്ക് ആ കമ്പനിയിൽ താല്പര്യമുള്ളതുകൊണ്ട്. മനസ്സിലായില്ലല്ലേ? പറയാം. മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ 25% ഷെയർ എന്റെ കയ്യില. സഞ്ജു ഇപ്പൊ കടുത്ത കടഭീഷണിയിലും. ഏത് നിമിഷവും മംഗലശ്ശേരി ഗ്രൂപ്പും വീടും ബാങ്കുകാർ ജപ്തി ചെയ്യും. പിന്നെ ഇങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. തൊഴിലാളികൾ പെരുവഴിയിലാവാൻ പോവാ. എന്തൊക്കെയോ നിയമ നടപടികൾ കമ്പനി നേരിടുന്നുണ്ടെന്ന് യൂണിയൻ സെക്രട്ടറി അറിയിച്ചിരുന്നു. പക്ഷേ പ്രശ്നം ഇത്ര ഗുരുതരമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സഞ്ജു എല്ലാം മൂടി വെക്കാനുള്ള ശ്രമത്തില. ആരെയൊക്കെ സ്വാധീനിക്കുന്നുമുണ്ട്. അതുകൊണ്ടൊന്നും കോടികളുടെ ബാധ്യത മറികടക്കാനാവില്ല. ഈ സമയം തൊഴിലാളികൾ പണിമുടക്കിയാൽ മാനേജ്മെന്റിന് കമ്പനി മറ്റാർക്കെങ്കിലും കൈമാറേണ്ടി വരും. അതിന് ദിനകരന്റെ ഭാഗത്തു നിന്ന് നീക്കം ഉണ്ടാവണം. കമ്പനി വാങ്ങാൻ ഞാൻ തയ്യാറാ. ദിനകരൻ അതിന് മധ്യസ്ഥത കൂടി വഹിച്ചാൽ എല്ലാത്തിനുമുള്ള പ്രതിഫലമായി 50 ലക്ഷം രൂപ ഞാൻ തരും. എന്തു പറയുന്നു? തൊഴിലാളികൾക്ക് പണി ഇല്ലാതാകരുതെന്ന ഉദ്ദേശമേ എനിക്കുള്ളൂ. പക്ഷേ തരാമെന്ന് പറഞ്ഞ തുക അല്പം കൂട്ടേണ്ടി വരും. സമ്മതം. ആദ്യം സ്ട്രൈക്ക് തുടങ്ങട്ടെ. അഡ്വാൻസായി 20 ലക്ഷം രൂപ ഞാൻ തരും.
സഞ്ജുവിന് സഞ്ജുവിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ദേ, ഇനി എന്റെ വഴിക്ക് വരരുത്. സഞ്ജു തടഞ്ഞ വഴിമുട്ടി നിൽക്കുന്ന ഒരു പെണ്ണല്ല സ്വാതി. എന്താടി നിന്റെ മനസ്സില്? ഇനി അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാനോ? അതെ, അവള് സഞ്ജുവിന്റെ ഭാര്യയായി മംഗലശ്ശേരിയിൽ ജീവിക്കണം. അത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി, ചേച്ചി കരയായിരുന്നോ? ചേച്ചി, ഇത് കുടിക്ക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ. അതവിടെ വെക്ക്. തണുത്തു പോകും ചേച്ചി. അവിടെ വെക്കാനല്ലേ പറഞ്ഞേ? ചേച്ചിക്കിപ്പോഴും എന്നോട് വിരോധം തന്നെയാണല്ലേ? പിന്നെ നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണോ? അതിന് മാത്രമുള്ളതല്ലേ നീ എന്നോട് ചെയ്തത്? എന്റെ ഭർത്താവ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് മറച്ചു വെച്ച് എന്നെ ചേച്ചിന്ന് വിളിച്ച് കൂടെ കൂടിയവളല്ലേ നീ? ഓർമ്മ പോയെന്നും പറഞ്ഞ് എന്റെ മുന്നിൽ പിന്നെ മറ്റൊരു നാടകം. ചേച്ചി ഇങ്ങനെയൊന്നും പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? നിന്നെ സന്തോഷിപ്പിച്ച് ഒരു മണ്ടിയെ പോലെ ഞാൻ ഇവിടെ ജീവിക്കണം? നീ പറ, അതാണോ നിനക്ക് വേണ്ടത്? നിക്കടിയോടെ. നീ വീണ്ടും എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന എന്തിനാ? എന്റെ മറ പിടിച്ച് നിനക്ക് ഇവിടെ കഴിയാനും സഞ്ജുവിനെ കാണാനും അല്ലേ? അതല്ലേ സത്യം? ദയവ് ചെയ്ത് ചേച്ചി എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോവും. അതിന് നിനക്ക് ഹൃദയമൊന്നും ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ നിൽക്കൂ. ഞാൻ പോവാൻ ശ്രമിച്ചപ്പോഴൊക്കെ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ചേച്ചിയല്ലേ? നിന്നെ ഞാൻ ഒരിടത്തും വിടില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നീ എന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവും. നീ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. വേദനിച്ചോ ചേച്ചി? ഞാൻ പറഞ്ഞത് സത്യമോ? നിന്നെ ഞാൻ ഒരിടത്തും വിടില്ല. എന്നും എന്റെ അനിയത്തിയായി നീ എന്റെ കൂടെ ഉണ്ടാവും. ചേച്ചിക്ക് എന്ത് പറ്റി? നീ എന്നോട് ക്ഷമിക്കാമോ? നീയോ സഞ്ജു എന്നെ ചതിച്ചെന്നൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ടായിപ്പോയി. എനിക്കെന്നല്ല, ഏത് പെണ്ണിനും അതും ഉണ്ടാവും. നീ ആ സത്യം പറയാത്തതിലല്ല, സഞ്ജു എന്നിൽ നിന്നത് മറച്ചതില എനിക്ക് വേദന ഉണ്ടായത്. ഡിവോഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചതും അതുകൊണ്ട്. പക്ഷെ എനിക്ക് സഞ്ജുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റുള്ളവരെ സഹായിക്കാൻ എന്തവസരം കിട്ടിയാലും
സഞ്ജു ഇത് വേണ്ടെന്ന് വെക്കില്ല. ജീവൻ കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സഞ്ജു ജീവിതത്തിൽ അത് കാണിച്ചു തന്നു. നിന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിലൂടെ. എനിക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചേച്ചി എന്നെ വെറുത്താലും അദ്ദേഹത്തെ വെറുക്കരുതെന്നൊരു പ്രാർത്ഥന എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേരെയും വെറുത്താ പിന്നെ ഞാൻ ആരായി? എന്നോളം ദുഷ്ടയായ മറ്റൊരാള് പിന്നെ ഈ ലോകത്തുണ്ടാവോ? നിന്നോളം മനഃശുദ്ധിയുള്ളൊരു അനിയത്തെ വേണ്ടെന്ന് വെച്ചാ പിന്നെ ഞാനൊരു വിഡ്ഢിയായി തീരില്ലേ? പെട്ടെന്ന് ചേച്ചിക്ക് എന്താ ഇങ്ങനൊരു മാറ്റം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കവിത ചേച്ചിയുടെ കൈകൊണ്ട് മരിച്ചു പോയെങ്കിൽ എന്ന് വരെ ഞാൻ ആഗ്രഹിച്ചു പോയി. സ്നേഹിച്ചവരെ തിരസ്കരിക്കുന്നതിനോളം വലിയ ശിക്ഷ ഈ ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. സ്നേഹം കൊടുത്താൽ അത് തിരിച്ചു കിട്ടണമെന്ന് വാശിയൊന്നും എനിക്കില്ല. എന്റെ അനുഭവങ്ങൾ എന്നും അതായിരുന്നു. സ്നേഹം എന്താണെന്നറിയാത്ത ഒരാൾക്ക് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ സ്നേഹം തന്നിട്ട് ഒരു നാള് ആ സ്ഥാനത്ത് വെറുപ്പായ സഹിക്കാൻ കഴിയില്ല. തിരിച്ചു കിട്ടുന്ന സ്നേഹത്തിന്റെ മാധുര്യം അറിഞ്ഞു പോയ പിന്നീടുള്ള ഒറ്റപ്പെടൽ മരണത്തെക്കാൾ കഠിനമാണ്. ഇനി ചേച്ചി ഒരിക്കലും നിന്നോട് കുത്തുവാക്കുകൾ പറയില്ല. എനിക്കത് ഉൾക്കൊള്ളാനായി. നിന്നെ രക്ഷിക്കാനാ സഞ്ജു ശ്രമിച്ചതെന്ന്, അതൊരു കല്യാണ നാടകം മാത്രമാണെന്ന്. വീണ്ടും നമ്മൾ സ്നേഹിച്ചു തുടങ്ങുക. ചേച്ചി അനിയത്തിയായി. നീ ഇല്ലെങ്കിൽ എനിക്ക് എന്ത് വിലയാ ഉള്ളത്? ചേച്ചി ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഓഫീസ് സ്റ്റാഫ് സാർ ഇതുവരെ എത്തിയില്ലേ? അപ്പൊ സാർ വിവരമൊന്നും അറിഞ്ഞില്ലേ? എന്താ? തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് സർ. പണിമുടക്കോ? എന്താ രാഹുൽ ഈ പറയുന്ന? അതെ സാർ, ശമ്പള കുടിശ്ശികയുടെ പേരില്ല. അതിനാരും നോട്ടീസ് തന്നില്ലല്ലോ. സാറിനെയും കാത്ത് ആ യൂണിയൻ നേതാവ് പുറത്തു നിൽപ്പുണ്ട്. യൂണിയൻ ഇടപെടേണ്ട എന്ത് കാര്യം ഇവിടെ ഉണ്ടായത്? സാർ 2 മാസമായി ശമ്പളം മുടങ്ങിയിരിക്കുക. സമരത്തിലേക്ക് ജീവനക്കാർ തിരിഞ്ഞ വിവരം എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞില്ല? സാറിനെ ഞാൻ പലതവണ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. സാറിനെ ഫോണിൽ കിട്ടാതെ വന്നപ്പോ സ്വാതി മേഡത്തെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞു. രാഹുൽ, യൂണിയൻ നേതാവിനോടും തൊഴിലാളികളോടും എന്റെ ക്യാബിലേക്ക് വരാൻ പറയേ. ശരി സാർ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തൊഴിലാളികൾ കമ്പനിക്കെതിരെ തിരിയാൻ കാരണം എന്താ? ഇതിന് പിന്നിൽ എന്തോ ഒരു കരുനീക്കം നടക്കുന്നുണ്ട് സർ. ആ, അവര് വന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് പറഞ്ഞോട്. ശരി സർ. സർ, അവര് വന്നിട്ടുണ്ട്. അകത്തേക്ക് വരാൻ പറയേ. ശരി സർ. വരൂ. ഇരിക്കും. തൊഴിലാളികളുടെ പണിമുടക്കിനുള്ള നോട്ടീസാണിത്. ദിനകരൻ എന്നല്ലേ താങ്കളുടെ പേര്? അതെ, ഞാൻ യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയാ. പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാം. എന്നിട്ട് പോരെ പണിമുടക്കിലേക്ക് നീങ്ങുന്നത്? ഇനി എന്ത് ചർച്ചയാ സാറേ? 2 മാസത്തെ വേതനം കൊടുത്തിട്ടില്ല. പിന്നെയുണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ. അതിന്റെ കാര്യത്തിൽ ഒരു ചർച്ചയാവാം. പക്ഷേ ശമ്പളം ഇന്ന് കൊടുക്കാൻ കഴിയുമോ?
എങ്കിലേ തൊഴിലാളികളും ജീവനക്കാരും ഇന്ന് ഡ്യൂട്ടിക്ക് കയറും. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അത് ഇങ്ങോട്ട് വരാൻ ചേച്ചിയോട് പറഞ്ഞു.